ആണിന്റെ സുഖം അറിഞ്ഞാൽ അവർ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് ഞങ്ങളുടെ ബന്ധുക്കൾ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് പ്രണയമായിരുന്നു വലുത്. ഞങ്ങൾ ഒരിക്കലും തിരിച്ചു പോയിരുന്നില്ല. ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 7-ൽ പൊടിമാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം അതിലെ 18 മത്സരാർത്ഥികളും വളരെയധികം ശക്തരായ മത്സരാർത്ഥികളാണ്. അതിൽ മുൻനിരയിൽ തന്നെയാണ് ലെസ്ബിയൻ കപ്പിൾസായ ആദിലയുടെയും നൂറയുടെയും സ്ഥാനം. വീട്ടുകാരുടെ എതിർപ്പിനെയും നാട്ടുകാരുടെ പരിഹാസത്തെയും നേരിട്ട് കോടതിയിലൂടെ നിയമപരമായി ഒന്നായ കപ്പിൾസാണ് ആദിയും നൂറയും. സൗദിയിൽ +2 പഠിക്കുമ്പോഴാണ് ആദില നൂറയുമായി പ്രണയത്തിലാകുന്നത്. ആദ്യം ഒന്നും പ്രണയമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. പിന്നീട് നൂറ നാട്ടിലേക്ക് പോയപ്പോഴാണ് അവളുടെ അസാന്നിധ്യം വരുത്തിയ ആ ശൂന്യത ആദിലേക്ക് മനസ്സിലായത്. ഫോണും സോഷ്യൽ മീഡിയയും ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിലെ അക്കൗണ്ടിലൂടെയാണ് ഞങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ചാറ്റിംഗ് ഗംഭീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലെ ലവ് യു, മിസ് യു, ഉമ്മകൾ അങ്ങനെയുള്ള പ്രണയ സംഭാഷണങ്ങൾ അവസാനം നൂറയുടെ അമ്മ കണ്ടുപിടിച്ചു. ഉമ്മയെ സംബന്ധിച്ചിടത്തോളം 2 പെൺകുട്ടികളുടെ ഈ പ്രണയം ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ നിർവാഹമില്ലാത്തതായിരുന്നു. അങ്ങനെ നൂറ വീട്ടിലും നാട്ടിലും ഒറ്റപ്പെട്ടു. വീട്ടിലെ എതിർപ്പുകൾക്കിടയിൽ ഇനി ഈ ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്ന് വീട്ടുകാർ പറഞ്ഞു. പക്ഷേ ആ നിയന്ത്രണങ്ങൾക്കിടയിലും ഞങ്ങളുടെ പ്രണയം തുടർന്നുകൊണ്ടേയിരുന്നു. ഫോൺ ചെയ്യാൻ പോലും നിർവാഹമില്ല. രണ്ടുപേരെയും 2 കോളേജുകളിൽ ചേർത്തു. ഡിഗ്രി കഴിയുമ്പോൾ വേറെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം എന്നായിരുന്നു വീട്ടുകാരുടെ ചിന്ത. പക്ഷെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീടും നാടും വിട്ടിറങ്ങി. വീട്ടുകാർ വിട്ടില്ല. അവർ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അവർ വലിച്ചഴച്ചു കൊണ്ടുപോയി. ഇനി കയ്യും കെട്ടി നോക്കിയിരുന്നാൽ നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവസാനം നിയമസഹായം തേടി. അങ്ങനെ പ്രായപൂർത്തിയായ നൂറയ്ക്കും ആദിലയ്ക്കും ഒരുമിച്ച് ജീവിക്കുവാനുള്ള അവകാശം ഉണ്ട് എന്ന് കോടതി തീരുമാനിക്കുകയും പിന്നീട് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു. ഒരുമിച്ച് ഒരു വീട്ടിൽ തന്നെ ജീവിക്കുക എന്നതിനോടാണ് ഞങ്ങൾക്ക് ഏറെ ഇഷ്ടം. കാരണം മറ്റുള്ളവരുടെ പെരുമാറ്റവും മുഖവും കാണണ്ടല്ല. മറ്റുള്ളവർ ഞങ്ങളോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയിരുന്നത്. നിങ്ങൾ 2 പേരെയും നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞും ചിലർ വരാറുണ്ടായിരുന്നു. ഒരാണിന്റെ സുഖം അറിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു വരൂ എന്ന് പറഞ്ഞ ബന്ധുക്കളുമുണ്ട്. കുറച്ച് വിഷം വാങ്ങി തരട്ടെ, ഒന്ന് ചത്തു തരാമോ എന്ന് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കഠിനമായ യാതനകൾ കടന്നാണ് ആദിയും നൂറയും ബിഗ് ബോസ് ഹൗസിൽ എത്തിയിരിക്കുന്നത്. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു ലെസ്ബിയൻ കപ്പിൾസ് മത്സരാർത്ഥിയായി എത്തുന്നത്. സ്കൂൾ കാലഘട്ടം മുതൽ ഒരുമിച്ച് പഠിക്കുകയും ഒരുമിച്ച് സൗഹൃദം പങ്കുവെക്കുകയും പിന്നീട് ആ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുകയും അങ്ങനെ വഴികൾ ഓരോന്നായി വെട്ടിക്കടന്നു വന്ന ആദിലയും നൂറയും അവരെ അങ്ങനെ അങ്ങ് എളുപ്പത്തിൽ തോൽപ്പിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ 2 പേർ അല്ലെങ്കിൽ 2 വ്യക്തിത്വങ്ങൾ ഒരു മത്സരം ആദ്യമായി മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവിടെയും ഉടലെടുക്കാം. ചില മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് ഹൗസ് നല്ലൊരു ജീവിതം സമ്മാനിച്ചിട്ടുണ്ട്. ചിലർക്ക് ഉണ്ടായിരുന്ന നല്ല ജീവിതവും പോയി കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെ അനേക ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പ്രണയത്തിലൂടെ ഒന്നായ ആദിലയും നൂറയും അടിച്ചു പിരിയുമോ എന്നുള്ളതാണ് ഇനി കേരള സമൂഹം നോക്കിക്കാണാനുള്ളത്. വരും തലമുറയ്ക്ക് ഇവർ എന്ത് സന്ദേശമാണ് നൽകുക എന്നും ഒരു ചോദ്യം തന്നെയാണ്. എല്ലാത്തിനും ഉത്തരമായിട്ടുള്ളത് ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ്.